ഇനി മഴയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ കാലവർഷം വീണ്ടും ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ദുരന്ത സാധ്യതാ മേഖലകളിലുള്ളവർ എമർജൻസി കിറ്റ് തയ്യാറാക്കണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. അർച്ചന, ആദ്യം ഈ അലേർട്ടുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിൽ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, മറ്റു ജില്ലകളിലെ മഴ മുന്നറിയിപ്പ്? സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പറയുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തള്ളിക്കളയുന്നില്ല. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് കാര്യമായി തന്നെ തയ്യാറാക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലടക്കം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോഴും ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും മുന്നറിയിപ്പുകളൊന്നും ഈ ഒരു യെല്ലോ മുന്നറിയിപ്പ് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എമർജൻസി കിറ്റ് തയ്യാറാക്കണമെന്നൊരു മുന്നറിയിപ്പും കൂടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. എന്തായാലും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത സാധ്യതയുള്ള ആളുകളെല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസം മാറണം എന്നുള്ള ഒരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും നമ്മൾ വലിയ ഒരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. അതിശക്തമായ മഴയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലിനും 400-ലധികം ജീവനുകൾ എടുക്കുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക്, ഇന്ത്യ തന്നെ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ മഴ മുന്നറിയിപ്പുകൾ ഈ വിധത്തിൽ തുടരുമ്പോൾ അതിശക്തമായ അതിതീവ്രമായ മഴ ഉണ്ടാകും വരും ദിവസങ്ങളിൽ എന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്? അതായത് ശക്തമായ മഴ നമ്മൾ സമീപകാലത്ത് കണ്ടതുപോലെ പെയ്തു പോകും എന്നാണോ, അതോ ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം, അത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല വയനാട്ടിൽ ആ ദിവസങ്ങളിൽ എന്നുള്ളതാണ് പിന്നീട് ഒരു രാഷ്ട്രീയ വിവാദം കൂടിയായി പരിണമിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളിൽ ഈ വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ടോ സ്പെസിഫിക്കായി? പ്രകൃതി ദുരന്തങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പല്ല ഇപ്പോൾ നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്ന നിർദ്ദേശത്തിലുള്ളത്. മഴ ഉണ്ടാകുന്ന സാഹചര്യം, അതായത് അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത മാത്രമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിരൂക്ഷമായി തന്നെ വലിയ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ആ സമയങ്ങളെല്ലാം ഒരു അലേർട്ടും റെഡ് അലേർട്ട് അടക്കമുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ പ്രഖ്യാപിച്ചിരുന്നില്ല. അതിനുശേഷം മാത്രമായിരുന്നു റെഡ് അലേർട്ട് അടക്കം അവിടെ വയനാട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യം എല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഒരു സമയത്തടക്കം ഒരു ദുരന്ത മേഖലയിലുള്ള ആ ഒരു സ്ഥലങ്ങളടക്കം ഉരുൾപൊട്ടലിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നില്ല. വെറും അല്ലെങ്കിൽ ഒരു മഴയ്ക്കുള്ള ഒരു സാധ്യത മാത്രമായി, അതായത് ഓറഞ്ച് അലേർട്ടോ അല്ലെങ്കിൽ യെല്ലോ അലേർട്ട് അടക്കമുള്ള ഒരു അലേർട്ടുകൾ മാത്രമാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും അത് സാധാരണ മുന്നറിയിപ്പ് മാത്രമാണെന്നാണ് അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.